അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, ടീച്ചർമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ അഭിവാദ്യങ്ങൾ. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം ഖുർആൻ പഠനത്തെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്നതാണ്. ഖുർആൻ മനുഷ്യരോട് ആദ്യം നൽകിയ മഹത്തായ സന്ദേശം ഇഖ്റ, വായിക്കുക എന്നതാണ്. അത് മനുഷ്യന്റെ പഠന ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. അറിവും പഠനവും മനുഷ്യനെ ഉയർത്തുന്നതാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, അറിയുന്നവർ അറിയാത്തവരെ പോലെ ആകുമോ? ഇതിലൂടെ പഠനത്തിന്റെയും അറിവിന്റെയും മഹത്വം ഖുർആൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഖുർആൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അതിൽ ഒന്നാമത്തത് അക്ഷരസ്ഫുടതയാണ്, അല്ലെങ്കിൽ അക്ഷരശുദ്ധിയാണ്. ഖുർആൻ ശരിയായ ഉച്ചാരണത്തോടെ വായിക്കുമ്പോൾ ഓരോ അക്ഷരത്തിനും പുണ്യമുണ്ടെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ താളത്തിലും ഈണത്തിലും വായിക്കുന്നതിനെ കുറിച്ചാണ്. സുന്ദരമായ ഈണത്തിലും താളത്തിലുമാണ് നാം ഖുർആൻ വായിക്കേണ്ടത്. അത് ഹൃദയത്തിന് സമാധാനവും മനസ്സിന് ശാന്തിയും നൽകുന്നു. മൂന്നാമത്തെ കാര്യം തജ്വീദ് നിയമങ്ങളെ കുറിച്ചാണ്. ഖുർആൻ ശരിയായി പാരായണം ചെയ്യാൻ തജ്വീദ് പഠിക്കുകയും അത് പാലിക്കുകയും വേണം. നാലാമത്തെ കാര്യം, ഖുർആൻ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. ഖുർആൻ വെറും വായിക്കാനല്ല, അത് മനസ്സിലാക്കി ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കാനാണ് ഈ ഗ്രന്ഥം നാം ഇറക്കിയത്. അതിനാൽ വ്യാഖ്യാനം പഠിക്കുന്നത് അത്യന്തം പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മദ്രസയിൽ സ്കൈ 1 മുതൽ 4ാം ക്ലാസ് വരെ ഖുർആൻ വായിക്കാനും അതിന്റെ തജ്വീദും പഠിപ്പിക്കുമ്പോൾ 5ാം ക്ലാസ് മുതൽ അതിന്റെ അർത്ഥവും ആശയവും നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നതാവണം നമ്മുടെ ഖുർആൻ പഠനം. അഞ്ചാമത്തതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ച ഖുർആൻ ജീവിതത്തിൽ പകർത്തണം. വെറും ഒരു എക്സാം ഓറിയന്റഡ് ആയി പോകരുത് നമ്മുടെ പഠനം എന്നതാണ്. കാരണം ഖുർആൻ നമ്മെ നന്മയിലേക്കാണ് വിളിക്കുന്നത്. ഖുർആൻ പഠനത്തിൽ ഏഴാമത്തതായി എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ നമ്മുടെ മദ്രസയിൽ 4ാം ക്ലാസ്സിൽ നിന്നും പഠിച്ച ഒരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഖുർആൻ ശരിയായി വായിക്കാനും പഠിക്കാനും നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ പ്രത്യേകം ഓർക്കണം. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ മദ്രസയിൽ വരുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. മദ്രസയാണ് നമ്മെ ഖുർആൻ വായിക്കാൻ, അതിൻ്റെ അർത്ഥം പഠിക്കാൻ, ഇസ്ലാമിക ആചാരങ്ങൾ മനസ്സിലാക്കാൻ, നല്ല സ്വഭാവമുള്ള മുസ്ലിംകളായി വളരാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. സ്കൂൾ നമ്മെ ലോക ജീവിതത്തിനായി പഠിപ്പിക്കുമ്പോൾ മദ്രസ നമ്മെ ഈ ദുനിയാവും അതോടൊപ്പം നമ്മുടെ ആഖിറത്തും വിജയിപ്പിക്കുന്ന വഴിയാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ മദ്രസയിൽ സ്ഥിരമായി വരികയും ഉസ്താദുമാരുടെ ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുകയും ഖുർആൻ പഠനം ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഖുർആൻ പഠനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുന്ന ദിവ്യശക്തിയാണ്. വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അത് ജീവിതത്തിൽ നടപ്പാക്കാനും ഖുർആൻ നമ്മെ വിളിക്കുന്നു. ഖുർആൻ പിന്തുടരുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ടാകും. അതിനാൽ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മുടെ മദ്രസ പഠനത്തിന്റെ അവസാനം അത് പഠനത്തിന്റെ അവസാനമല്ല, അത് ഒരു തുടക്കം മാത്രമാണ്. അള്ളാഹു നമ്മെ ഖുർആൻ പഠിക്കുന്നവരും അത് ജീവിതത്തിൽ നടപ്പാക്കുന്നവരുമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين برحمتك يا أرحم الراحمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സദസ്സുമായി സംവദിച്ച അഭിഷാലിന് പ്രത്യേക നന്ദി. അടുത്തത്